അപ്പോൾ എല്ലാവർക്കും സ്പോർട്സ് പൾസിലേക്ക് സ്വാഗതം. ഇന്ന് IPL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിൽ. അതിനകത്ത് ലക്നൗ ഏകദേശം 7ാം സ്ഥാനത്താണ് 12 പോയിൻറ്റുമായിട്ട്. തൊട്ട് മുന്നിൽ ഡൽഹിയാണ് 13 കളിയിൽ 12 പോയിൻറ്റുമായിട്ട്. ലാസ്റ്റ് കളിയാണ് ഡൽഹിയുടെ ഇന്ന്. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പിൽ 5ാം സ്ഥാനത്തുള്ളത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിനും 12 പോയിൻറ്റ് തന്നെയാണ്. പക്ഷേ റൺ റേറ്റിൽ ബാംഗ്ലൂർ വളരെ മുന്നിലാണ്. പ്ലസ് ആണ് ബാംഗ്ലൂരിൻ്റെ റൺ റേറ്റ്. ഇവർക്ക് രണ്ടുപേർക്കും മൈനസ് ആണ്. ലക്നൗ സൂപ്പർ ജയൻസിന് 2 കളി ഉണ്ടെങ്കിൽ പോലും വളരെ പുറകിലാണ് റൺ റേറ്റ്. അപ്പോൾ ഇന്നത്തെ മത്സരം 2 പേർക്കും വളരെ ക്രൂഷ്യലാണ്. ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലേക്ക് നമ്മുടെ ഋഷഭ് പന്ത് തിരിച്ചു വരികയാണ്. ഋഷഭ് പന്ത് സസ്പെൻഷനായിട്ട് ഈ കഴിഞ്ഞ മാച്ചിൽ കളിച്ചിട്ടില്ലായിരുന്നു. ഋഷഭ് പന്ത് വരുന്നതോടുകൂടി ഡൽഹി സൈഡ് വളരെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഓപ്പണിംഗ് ഡേവിഡ് വാർണറും ജേക്ക് ഫ്രേസറും ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അഭിഷേക് പോറൽ മിക്കവാറും 1 ഡൗണിലേക്ക് ഇറങ്ങാനാണ് ചാൻസ്. അപ്പം ഏകദേശം നല്ല ബാറ്റിംഗ് ലൈനപ്പാണ് ഇപ്രാവശ്യം ഡൽഹിയുടേത്, ഋഷഭ് പന്ത് തിരിച്ചു വരുന്നതോടുകൂടി. കാരണം ഏകദേശം അക്സർ പട്ടേൽ വരെ സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പാണ് ഡൽഹിയുടേത്. മാത്രമല്ല ഡൽഹി വെച്ചാണ് മത്സരം, അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഡൽഹിയെ സംബന്ധിച്ച്. ഡൽഹിക്ക് നല്ല റൺ റേറ്റ് ജയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നമ്മൾ ലക്നൗ സൂപ്പർ ജയൻസിലോട്ട് വരുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കണ്ടൻ ഡെക്കോക്കും ഡെൽ രാഹുലും തന്നെയാണ് ഓപ്പണിംഗ്. മാർക്കസ് സ്റ്റോണിസ് ആണ് റൺ ഡൗൺ. നിക്കോളാസ് പുറാൻ, ആയുഷ് ബഡോണി, ഡിബക് ഹുഡ. പക്ഷേ കുർണാൽ പാണ്ഡ്യ വരെ നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. പക്ഷേ അവരുടെ ബോളിംഗ് താരതമ്യേന വളരെ ദുർബലമാണ്. യാഷ് താക്കൂർ, രവി ബിഷ്ണോയ്, നവീൻ ഉൾഹക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ബോളിംഗ് വളരെ വീക്കാണ്. എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് മുംബൈയുടെ ബോളിംഗ് ആണ്. കാരണം കുൽദീപ് യാദവ് ഉണ്ട് അവിടെ, ഓൾറൗണ്ടർ അക്സർ പട്ടേൽ ഉണ്ട്, മുകേഷ് ഉണ്ട്, നമ്മുടെ അതുപോലെ തന്നെ ഇഷാന്ത് ശർമ്മയുണ്ട്, ഖലീൽ അഹമ്മദ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഡൽഹിക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? ഡൽഹി കൊണ്ടുപോവോ അതോ ലക്നൗ സൂപ്പർ ജയൻസ് ഡൽഹിയെ അട്ടിമറിക്കുമോ? എനിക്ക് തോന്നുന്നത് ഡൽഹി ജയിക്കുമെന്നാണ്. കാരണം ജേക്ക് ഫ്രേസർ എന്ന് പറയുന്ന വജ്രായുധം ഡൽഹിയുടെ കയ്യിലുണ്ട്. ഓസ്ട്രേലിയൻ ടീനേജ് ബാറ്റ്സ്മാനാണ് അദ്ദേഹം. ഡൽഹിയുടെ കൈവശമുണ്ട്. അതൊരു വജ്രായുധം തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ച്. അങ്ങനെ ഒരു വജ്രായുധം ലക്നൗ സൂപ്പർ ജയൻസിനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൽഹിക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പം സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പം പാക്കലാം.